നെമ്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. കേസിൽ ചെന്താമരയാണ് ഏകപ്രതി. ആലത്തൂർ കോടതിയിലാണ് 480 പേജുള്ള കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ ഏക ദൃക്സാക്ഷിയായ ഗിരീഷിന്റെ മൊഴിയാണ് നിർണായകമായത്. 132 സാക്ഷികളും 30-ലധികം ശാസ്ത്രീയ തെളിവുകളുമാണുള്ളത്. ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് കണ്ടതായാണ് ദൃക്സാക്ഷി മൊഴി നൽകിയിരിക്കുന്നത്. കൊലയ്ക്കുപയോഗിച്ച കൊടുവാളിൽ നിന്നും മരിച്ചവരുടെ DNA-യും കണ്ടെത്തിയിട്ടുണ്ട്. കൊടുവാളിന്റെ പിടിയിൽ നിന്നും പ്രതി ചെന്താമരയുടെ DNA-യും കണ്ടെത്തിയിട്ടുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കൂടാതെ ചെന്താമരയുടെ വസ്ത്രത്തിൽ സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തക്കറയും കണ്ടെത്തിയിരുന്നു. പ്രതിയുടെ കുടുംബം തകർത്തതിലുള്ള പകയാണ് കൊലയ്ക്ക് കാരണം. സുധാകരനെ കൊലപ്പെടുത്താനാണ് പ്രതി പദ്ധതിയിട്ടത്. അമ്മ ലക്ഷ്മി ബഹളം വെച്ചപ്പോൾ അവരെയും കൊലപ്പെടുത്തുകയായിരുന്നു എന്നും കുറ്റപത്രത്തിലുണ്ട്. പ്രതി മാനസിക രോഗി അല്ലെന്ന് തെളിയിക്കുന്ന രേഖകളും കുറ്റപത്രത്തിലുണ്ട്. സാക്ഷികളുടെ ഗൂഗിൾ ടൈം ലൈൻ ഉൾപ്പെടെ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാം കുറ്റപത്രത്തിലുണ്ട്. കിട്ടും. കാരണം സജിനെ കൊലപ്പെടുത്തിയ ആ കേസിൽ മറ്റേ ഈ ലാബിൽ നിന്ന് റിസൾട്ട് വരാൻ കുറേ വൈകി. പക്ഷേ ഇത് SP സാറിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് നമുക്ക് 15 ദിവസത്തിനകം തന്നെ ലാബിൽ നിന്ന് കിട്ടേണ്ട റിസൾട്ടുകളെല്ലാം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റിയത്. ജനുവരി 27-നാണ് പോത്തുണ്ടി സ്വദേശി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ 2019 കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സമയത്താണ് ചെന്താമര ഇരട്ട കൊലപാതകം നടത്തിയത്. ഇരട്ട കൊലപാതകം നടത്തിയതിനു ശേഷം പോത്തുണ്ടിമലയിൽ ഒളിച്ചിരുന്ന പ്രതി രാത്രി വിശപ്പ് സഹിക്കാനാവാതെ ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പോലീസ് പിടിയിലായത്. UTV ന്യൂസ്, പാലക്കാട്.